So, my dear students, my dear children, we are starting the part 5 class of our chapter 7, The Glimpses of Free India. പ്രിയപ്പെട്ട കുട്ടികളെ, ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ നമ്മുടെ 7th ചാപ്റ്റർ ഹിസ്റ്ററി 7th ചാപ്റ്റർ ലാസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ ഈ ക്ലാസ്സോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുന്നു. നമ്മുടെ സെക്കൻഡ് പോർഷൻ ഈ ക്ലാസ്സോടുകൂടി നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്കറിയാം 23rd നിങ്ങളുടെ പരീക്ഷ. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ടീച്ചർ ഇന്ന് പഠിപ്പിക്കുന്ന ഈ ഒരു ക്ലാസ്സിലെ കാര്യങ്ങൾ തീർച്ചയായിട്ടും വരും. കാരണം നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് എന്താണെന്നോ, ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ. അപ്പോൾ അതായത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ അറ്റ് ദ ബിഗിനിങ് നമ്മൾ ഓരോ ഏരിയയിലും ഏതൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ദെൻ സയൻസ്, ഇങ്ങനെയുള്ള ടെക്നോളജി, ഇങ്ങനെയുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. അതായത് അച്ചീവ്മെൻറ്റ്സ് ഓഫ് കേരള. കേരളത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, സയൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രത്യേക ഭാഗം ഈ ഗ്ലിംസസ് ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ മോഡൽ. കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റ്, ദ ഡെവലപ്മെൻറ്റ് ഓഫ് കേരള ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ഈസ് കൺസിഡേർഡ് ആസ് എ മോഡൽ ഫോർ നോട്ട് only our own country but also it's a model for the world. ലോകത്തിന് തന്നെ മാതൃകയായ ഒരു മോഡലാണ് കേരളം. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും ഹെൽത്തിൻ്റെ കാര്യത്തിലും, ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷണൽ സെക്ടറിലും നമ്മുടെ അച്ചീവ്മെൻറ്റ്, കേരളത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് നമുക്കൊരു മോഡലായിട്ട് നമുക്ക് ലോകത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങളുടെ പരീക്ഷ അടുത്ത് വരികയാണ്. ടീച്ചർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കയറാം. നിങ്ങളുടെ ഒരു നല്ല ചാൻസാണ് നിങ്ങളുടെ ഈ പരീക്ഷ. നിങ്ങൾ എത്രമാത്രം കാര്യങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി എന്ന് നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളുടെ സ്കൂളും ഈ സൊസൈറ്റിയും അവർ അസസ് ചെയ്യുന്നത് ഈ പരീക്ഷയുടെ സ്കോർ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നതിനെ നോക്കിയാണ്. അപ്പം പരീക്ഷയുടെ സ്കോറാണ് നമ്മുടെ ആ ഒരു അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു മാനദണ്ഡം. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വളരെ നന്നായിട്ട് ഈ പരീക്ഷയിൽ പങ്കെടുക്കുക. നിങ്ങൾ പഠിച്ച് നല്ല മിടുക്കരായിട്ട് പോയി പരീക്ഷ എഴുതുക. അപ്പോൾ ഒരു കാര്യം ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു കുട്ടിയുടെ പഠന രീതികളായിരിക്കണമെന്നില്ല വേറൊരു കുട്ടിയുടെ പഠന രീതി. ഓരോരുത്തർക്കും അവനവൻ്റേതായ ഒരു പഠന രീതികൾ കാണും. ഒരു കുട്ടിക്ക് മോർണിംഗ് ആണ് പഠിക്കാൻ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള സമയമെങ്കിൽ മറ്റൊരു കുട്ടിക്ക് വൈകുന്നേരമായിരിക്കും. പൊതുവേ സയൻസിൽ പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത് മോർണിംഗ് ആണ് പഠിക്കാൻ ഏറ്റവും നല്ലത്, കാരണം നമ്മൾ എല്ലാം ഫ്രഷാണ്. പക്ഷേ ചില കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രത്യേകത അനുസരിച്ച് അവർക്ക് വൈകുന്നേരം പഠിക്കുന്നതായിരിക്കും വളരെ അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യം. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് യോജിക്കുന്നത് അത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അല്ലാതെ നിങ്ങളുടെ കൂട്ടുകാരുടെ രീതികളോ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആകണമെന്നില്ല. ഓക്കെ, മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആകണമെന്നില്ല. അപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികളെന്ന നിലയിൽ, നിങ്ങൾ മെച്ചോർഡായിട്ടുള്ള കുട്ടികളെന്ന നിലയിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കുക നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം. ഓക്കെ, മീൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. മീൻ, നമുക്കറിയാം മത്സ്യങ്ങൾ ജീവിക്കുന്നത് വെള്ളത്തിലാണ്, അല്ലേ, കുളത്തിലാണ്. പക്ഷെ അത് കണ്ട് മയിൽ കുളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റേതായ രീതികളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് രീതിയാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അത് സെലക്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ, പഠിക്കുക, അതായിരിക്കണം വീണ്ടും 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 നമ്മൾ ഓർക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കയറാം. ദ എക്സ്പീരിയൻസ് ഓഫ് കേരള ഡെവലപ്മെൻറ്റ് ദാറ്റ് ക്യാപ്ചേർഡ് വേൾഡ് അറ്റൻഷൻ. ലോകത്തിൻ്റെ അറ്റൻഷൻ തന്നെ നേടിയെടുത്ത കേരളത്തിൻ്റെ ആ ഡെവലപ്മെൻറ്റ് മോഡൽ എന്താണ്, ആ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുമ്പ് കേരളം 3 ഭാഗമായിട്ടായിരുന്നു: മലബാർ, കൊച്ചി ആൻഡ് ട്രാവൻകൂർ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ് ബിഫോർ ഇൻഡിപെൻഡൻറ്റ്. നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് ഇങ്ങനെയാണ് ഇരിക്കുക: മലബാർ പ്രദേശം, കൊച്ചി, ട്രാവൻകൂർ. നോക്കിക്കേ, കൊച്ചി വളരെ ചെറുതായിരുന്നു, അല്ലേ?
മലബാറും ട്രാവൻകൂറുമായിരുന്നു കൂടുതൽ ഏരിയയുള്ള നമ്മുടെ നാട്ടുരാജ്യങ്ങൾ, പ്രിൻസിലി സ്റ്റേറ്റുകൾ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. പിന്നീട് 1956 നവംബർ 1 കേരളം ഒരു സ്റ്റേറ്റ് ആയിട്ട് മലയാളം സ്പീക്കിംഗ് പീപ്പിളിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് തന്നത്, അല്ലേ? 14 സ്റ്റേറ്റുകൾ അങ്ങനെ ഉണ്ടായി. അതിലൊരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം. അപ്പോൾ ഈ നമ്മുടെ കേരളം രൂപീകൃതമായതിനു ശേഷം നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നമുക്കൊന്ന് പഠിക്കാം. വാട്ട് വാസ് ദ ഒബ്സർവേഷൻ മെയ്ഡ് ബൈ ദ എമിനൻറ്റ് എക്കണോമിസ്റ്റ് അമർത്യ സെൻ അബൌട്ട് ദ കേരള ഡെവലപ്മെൻറ്റ് മോഡൽ? നമുക്കറിയാം, ലോകത്തിന് നമ്മുടെ ഇന്ത്യയുടെ സംഭാവനയാണ് അമർത്യ സെൻ. അദ്ദേഹം നൊബേൽ പ്രൈസ് നേടിയ ഒരു ഇക്കണോമിസ്റ്റാണ്. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ്, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിനും അതിനുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണ കണ്ടെത്തലുകൾക്കും നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വിലയേറിയ ഒരു പ്രൈസാണ് നോബൽ പ്രൈസ് എന്ന് നിങ്ങൾക്കറിയാം. അത് നേടിയ നമ്മുടെ ഭാരതീയനാണ് അമർത്യ സെൻ. അദ്ദേഹം കേരള മോഡലിനെ പറ്റി എന്താണ് പറയുക? കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മോഡലിനെ പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്? ഇന്ത്യസ് പോളിസി മേക്കേഴ്സ് നീഡഡ് ടു ലേൺ ലെസൺസ് ഫ്രം കേരള അബൌട്ട് വാട്ട് കുഡ് ബി ഡൺ വിത്ത് ലിമിറ്റഡ് സ്റ്റേറ്റ് റിസോഴ്സസ്. ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് റിസോഴ്സ് കൊണ്ട് എങ്ങനെ ഡെവലപ്മെൻറ്റ് നേടാമെന്ന് ഇന്ത്യയുടെ പോളിസി മേക്കേഴ്സ് കേരളത്തെ നോക്കി പഠിക്കണം എന്നാണ് അമർത്യ സെൻ പറയുന്നത്. കണ്ടോ, അദ്ദേഹം നമുക്ക് തന്നെ ആ ഒരു കോംപ്ലിമെൻറ്റ് കണ്ടോ? നമ്മുടെ കേരളത്തിൻ്റെ ആ ലിമിറ്റഡ് റിസോഴ്സസ്, നമുക്കറിയാം ഡെവലപ്മെൻറ്റിന് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് റിസോഴ്സസാണ്, അല്ലേ? മിനറൽ റിസോഴ്സസ് ആയാലും അഗ്രികൾച്ചറൽ റിസോഴ്സസ് ആണെങ്കിലും എനർജി റിസോഴ്സസ് ആണെങ്കിലും ഏത് റിസോഴ്സ് ആണെങ്കിലും അത് ഉള്ള നാടുകൾക്കാണ് നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, എന്നാൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം. കേരളത്തിൽ മിനറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്, അല്ലേ? നമ്മുടെ അഗ്രികൾച്ചറൽ റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ്. കാരണം എന്താണ്? നമുക്ക് അഗ്രികൾച്ചർ അത്ര വ്യാപകമായിട്ടില്ല, നമുക്ക് ഏരിയയുടെ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ റിസോഴ്സസ് ലിമിറ്റഡ് ആയിട്ട് പോലും കേരളം ഇത്രമാത്രം ഡെവലപ്മെൻറ്റ് നേടിയതുകൊണ്ട് അമർത്യ സെൻ ഇന്ത്യയിലെ പോളിസി മേക്കേഴ്സിന് കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഇന്ത്യസ് പോളിസി മേക്കേഴ്സ് നീഡഡ് ടു ലേൺ ലെസൺസ് ഫ്രം കേരള അബൌട്ട് വാട്ട് കുഡ് ബി ഡൺ വിത്ത് ലിമിറ്റഡ് സ്റ്റേറ്റ് റിസോഴ്സ്. അപ്പോൾ ഇന്ത്യയിലെ പോളിസി മേക്കേഴ്സ് കേരളത്തെ കണ്ടു പഠിക്കണമെന്നാണ് അമർത്യ സെൻ പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ ഏറ്റവും വലിയ കോംപ്ലിമെൻറ്റാണ്. നമ്മുടെ കേരളത്തിൻ്റെ ബർത്ത്ഡേ എന്താണ്? നവംബർ 1, 1956 നവംബർ 1. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും നമുക്കൊന്ന് ഓർമ്മിച്ച് എടുത്തേക്കാം. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് EMS നമ്പൂതിരിപ്പാട്, അവർ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ് റീഫോം ആക്റ്റ് ആണ്. ജാനുവരി 1, 1917 ഒഫീഷ്യലി നിലവിൽ വന്ന കേരള ലാൻഡ് റീഫോം ആക്ട്. ഇത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന്, കേരളത്തിൻ്റെ പുരോഗതിക്ക് വലിയ ഒരു ബേസായിട്ട് പ്രവർത്തിച്ചു. ഇങ്ങനെ ഒരു ലാൻഡ് റീഫോം ആക്ട് വന്നതാണ് കേരളം ഇത്രമാത്രം ഡെവലപ്പ് ആകാനുള്ള കാരണം. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരള ലാൻഡ് റീഫോം ആക്ട്. അതിനെപ്പറ്റി നമുക്കൊന്ന് പഠിക്കാം. കീ ഔട്ട്കംസ് ഓഫ് ദി കേരള ലാൻഡ് റീഫോം ലോസ്. കീ ഔട്ട്കംസ് ഓഫ് ദ ലാൻഡ് റീഫോം ലോസ് ഇൻ കേരള. ഫസ്റ്റ്, എ ലിമിറ്റ് വാസ് സെറ്റ് ഓൺ ദ ലാൻഡ് ദാറ്റ് കുഡ് ബി ഓൺഡ്. എ ലിമിറ്റ് വാസ് സെറ്റ് ഓൺ ദ ലാൻഡ് ദാറ്റ് കുഡ് ബി ഓൺഡ്. നമുക്കറിയാം, നമ്മുടെ ഈ പാസ്റ്റിലേക്ക് നമുക്കൊന്ന് പോകാം. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? ലക്ഷക്കണക്കിന് വരുന്ന ഒരു മജോറിറ്റി പീപ്പിള് ലാൻഡ്ലെസ് ലേബറേഴ്സ് ആയിരുന്നു, ലാൻഡ്ലെസ് ഫാർമേഴ്സ് ആയിരുന്നു. ഓക്കെ, അവർക്ക് ആർക്കും സ്വന്തമായിട്ട് ലാൻഡ് ഇല്ലായിരുന്നു. കേരളത്തിൽ ആകെ ലാൻഡ് ഉണ്ടായിരുന്ന ആരൊക്കെയായിരുന്നു? ജന്മിമാരെ, രാജാവ്, ക്ഷേത്രങ്ങൾ. അപ്പോൾ ദേവസ്വം ഭൂമി ഉണ്ടായിരുന്നു, ജന്മിയുടെ ഭൂമി ഉണ്ടായിരുന്നു, അതുപോലെ പണ്ടാരപ്പാട്ട രാജാവിൻ്റെ ഭൂമി ഉണ്ടായിരുന്നു. അല്ലാത്ത തൗസൻഡ്സ് ലാക്സ് ഓഫ് പീപ്പിൾ അവരാരായിരുന്നു? ലാൻഡ്ലെസ് ഫാർമേഴ്സ് ആയിരുന്നു, ഭൂമി ഇല്ലാത്തവരായിരുന്നു. എന്നാൽ കേരളത്തിലെ ഈ ലാൻഡ് റീഫോം ആക്ട് ഒന്നാമത് കൊണ്ടുവന്ന എന്താണ്? എ ലിമിറ്റ് വാസ് സെറ്റ് ഓൺ ദ ലാൻഡ് ദാറ്റ് കുഡ് ബി ഓൺ. ഒരാൾക്ക് ഓൺ ചെയ്യാവുന്ന ലാൻഡിനൊരു ലിമിറ്റ് കൊണ്ടുവന്നു. അതോടെ ജന്മിമാർക്ക് ഓൺ ചെയ്യാവുന്ന ലാൻഡിനൊരു ലിമിറ്റ് വന്നു.
ബാക്കി വരുന്ന റെസ്റ്റ് ഓഫ് ദ ലാൻഡ് എന്ത് ചെയ്തു? ലാൻഡ്ലെസ് ഫാർമേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. നല്ല കാര്യമല്ലേ? ജന്മിമാരുടെ കയ്യിലിരുന്ന ആ ഏക്കർ കണക്കിന് ഭൂമി ഗവൺമെൻറ് പിടിച്ചെടുക്കുകയും അവർക്കൊരു ഭൂമിക്ക് ഒരു ലിമിറ്റ് വെച്ചു. അത് ആവശ്യമാണ്. ലിമിറ്റ്ലെസ് ആയിട്ട് ഭൂമി ഒരാൾക്കും ആവശ്യമില്ല. കുറേ ആളുകൾക്ക് ഭൂമി ഇല്ലാത്തവരും കുറേ ആളുകൾ ലിമിറ്റ് ഇല്ലാതെ ഭൂമി ഉള്ളവരും, അതൊരു ഇന്നീക്വാളിറ്റി അല്ലേ? ആ ഒരു ഇന്നീക്വാളിറ്റിയെ ലാൻഡ് റീഫോം ആക്ട് എന്ത് ചെയ്തു? കട്ട് ചെയ്തു, അതില്ലാതാക്കി, ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തു. എ ലിമിറ്റ് വാസ് സെറ്റ് ഓൺ ദ ലാൻഡ് ദാറ്റ് കുഡ് ബി ഓൺഡ്. ഓക്കെ, ദ ലാൻഡ് ലോഡിസം ഓർ ജന്മി സിസ്റ്റം വാസ് അബോളിഷ്ഡ്. അങ്ങനെ ജന്മി സിസ്റ്റത്തെ നമ്മുടെ നാട്ടിൽ അബോളിഷ് ചെയ്തു. വളരെ ഫോർവേഡായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. നമ്മൾ അന്നത്തെ ആ തീരുമാനമെടുത്ത നമ്മുടെ അന്നത്തെ ചീഫ് മിനിസ്റ്ററെയും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ദ ലാൻഡ് ലോഡിസം വാസ് അബോളിഷ്ഡ്. ദെൻ ടെനൻസ് റിസീവ്ഡ് പെർമനൻറ്റ് ഓണർഷിപ്പ് റൈറ്റ്സ് ഓവർ അഗ്രികൾച്ചറൽ ലാൻഡ്. ഈ ജന്മിമാരുടെ ഭൂമിയിലെ ടെനൻസ് ആയിട്ട്, കുടികിടപ്പുകാരായിട്ട്, പാട്ടക്കാരായിട്ട് കിടന്ന ആ ഫാർമേഴ്സിനെ, അവരേത് ഭൂമിയിലാണോ പാട്ടം ചെയ്യുന്നത്, പാട്ടക്കാരായിട്ട് ജോലി ചെയ്യുന്നത്, കുടികിടപ്പുകാരായിട്ട് കിടക്കുന്നത്, ആ ഭൂമി അവർക്ക് സ്വന്തമായിട്ട് കൊടുത്തു. ടെനൻസ് റിസീവ്ഡ് പെർമനൻറ്റ് ഓണർഷിപ്പ്, സ്ഥിരമായ ഓണർഷിപ്പ് കൊടുത്തു. റൈറ്റ് ഓവർ അഗ്രികൾച്ചറൽ ലാൻഡ്. ഓക്കെ, അപ്പോൾ അവരെ വിറ്റ് ചെയ്ത് വിടാൻ പറ്റുമോ? ഇനിയും കുടിയിറക്കി വിടാൻ പറ്റുമോ? ഇല്ല. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇനീക്വാളിറ്റി പ്രിവലന്റ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ വെയർ എലിമിനേറ്റഡ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടായിരുന്ന എക്സ്പ്ലോയിറ്റേഷൻ, ഇന്നീക്വാളിറ്റി, അതെല്ലാം നമ്മൾ ഇതോടെ എലിമിനേറ്റ് ചെയ്തു. എന്താണ് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അത് ഇല്ലാതാക്കി, സ്റ്റോപ്പ് ചെയ്തു. സോ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ഇനീക്വാളിറ്റി, all these are eliminated through the Land Reform Act came into effect on January 1st, 1970. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു പുരോഗതിയിലേക്ക് നമ്മളെ കൊണ്ടുപോയ ആ ഒരു സംഭവമായിരുന്നു ഈ ലാൻഡ് റീഫോം ആക്ട്. ലാൻഡ് റീഫോം ആക്ടിന് നിങ്ങൾ പഠിച്ചു വെച്ചോണം, അത് പരീക്ഷയ്ക്ക് വരും. കാരണം കേരളത്തിൻ്റെ അഭിമാനമാണ് ഈ ലാൻഡ് റീഫോം ആക്ട്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഇടുന്ന സാർ എന്താണെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ലാൻഡ് റീഫോം ആക്ടിൻ്റെ അതിൻ്റെ ഔട്ട്കംസ് എന്തൊക്കെയായിരുന്നു, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു, ഏതൊക്കെ പറയണം? ലിമിറ്റ് സെറ്റ് ചെയ്തു ലാൻഡ് കൈവശം വെക്കാൻ. രണ്ടാമത്തെ എന്താണ്? ലാൻഡ് ലോഡിസം, ജന്മിസം, അത് അബോളിഷ് ചെയ്തു. ടെനൻസിന് അവരേത് ഭൂമിയിലാണോ കൃഷി ചെയ്യുന്നത് അത് പെർമനൻ്റ് ഓണർഷിപ്പ് കിട്ടി. എക്സ്പ്ലോയിറ്റേഷനും ഇന്നീക്വാളിറ്റിയും അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും നമ്മൾ അബോളിഷ് ചെയ്തു, തുടച്ചു മാറ്റി. ഇത്രയും എഴുതിക്കോണം. ഓക്കെ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കുമേ. ഇനി നമ്മൾ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ 2 സെക്ടർ മാത്രമേ പഠിക്കുന്നുള്ളൂ, എഡ്യൂക്കേഷൻ സെക്ടർ ആൻഡ് ഹെൽത്ത് സെക്ടർ. നമുക്ക് അറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടായത് നമ്മുടെ എഡ്യൂക്കേഷനാണ്. നമ്മൾ അവർക്ക് പഠിത്തം കൊടുത്തു, നമ്മൾ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു. അവർ ലോകം മുഴുവൻ നമ്മുടെ ആളുകൾ പോയി ജോലി ചെയ്യുന്നു. നമ്മുടെ കേരളം ഇത്രയും വലിയ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് വന്നു. അപ്പോൾ എഡ്യൂക്കേഷണൽ സെക്ടറാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? നമ്മുടെ ലോവർ കാസ്റ്റ് പീപ്പിൾ, ദേ വെയർ നോട്ട് അലൗഡ് ടു ജോയിൻ ഇൻ സ്കൂൾസ്. They were not allowed to sit along with the high caste children. Okay, untouchability is the reason. Because of this untouchability, what happened? The lower caste people denied the opportunity for education. That was the tragic situation of Kerala. അപ്പോൾ ഈ അയ്യങ്കാളിയുടെ ഫോട്ടോ എന്തിനാ ടീച്ചർ തന്നിരിക്കുന്നത്? അയ്യങ്കാളിയാണ് ഏറ്റവും ആദ്യമായിട്ട് ഈ ലോവർ കാസ്റ്റ് പീപ്പിളിന് വേണ്ടി, അവർക്ക് എഡ്യൂക്കേഷന് വേണ്ടി വാദിച്ച മനുഷ്യനാണ്. നമ്മുടെ ഒരു സോഷ്യൽ റീഫോർമറാണ് അയ്യങ്കാളി. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഒരു സമരം പ്രഖ്യാപിച്ചു, ഒരു സ്ട്രൈക്ക് പ്രഖ്യാപിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു സ്ലോഗൻ മുന്നോട്ട് വെച്ചു, നോ ലെസൺസ്, നോ വർക്ക് ഇൻ പാർട്ടി ഫീൽഡ്സ്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നില്ലെങ്കിൽ നോ ലെസൺസ്, ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ തന്നില്ലെങ്കിൽ നോ എഡ്യൂക്കേഷൻ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നോ ലെസൺസ്, വാട്ട് ഹാപ്പൻ? നോ വർക്ക് ഇൻ പാർട്ടി ഫീൽഡ്സ്. നമുക്കറിയാം അന്ന് ജന്മിമാരുടെ ഭൂമിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ലോവർ കാസ്റ്റ് പീപ്പിൾ വേണം, അവരാണ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ്. അപ്പോൾ അയ്യങ്കാളി എന്താ പ്രഖ്യാപിച്ചത്? ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ തരത്തില്ലെങ്കിൽ, ഞങ്ങൾക്ക് സ്കൂളിൽ അഡ്മിഷൻ തരത്തില്ലെങ്കിൽ, ഞങ്ങളുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നിങ്ങൾ ഡിനൈ ചെയ്താൽ ഞങ്ങൾ പാർട്ടി ഫീൽഡ്സിൽ ജോലി ചെയ്യില്ല, നിങ്ങൾക്ക് ജോലിക്കാരെ കിട്ടുകയില്ല, നിങ്ങൾ പിന്നെ എങ്ങനെ
പാഡി ഫീൽഡ്സിൽ അഗ്രികൾച്ചർ നടത്തും, ക്രോപ്സ് എങ്ങനെ നിങ്ങൾ വിതയ്ക്കും, അതുകൊണ്ട് പഠനം തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വർക്കും ചെയ്തു തരത്തില്ല. അതൊരു വലിയ സ്ട്രൈക്കായിരുന്നു. അപ്പോൾ ഇതാരുടെ വാക്കുകളാണ്? അയ്യങ്കാളി. നോ ലെസൺസ്, നോ എഡ്യൂക്കേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് പാഠം തന്നില്ലെങ്കിൽ, ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ തന്നില്ലെങ്കിൽ, നോ വർക്ക് ഇൻ ദ പാഡി ഫീൽഡ്സ്, പാഡി ഫീൽഡ്സിൽ ഞങ്ങൾ ജോലി ചെയ്യത്തില്ല, ഞങ്ങളുടെ ആളുകളെ സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, ദറ്റ് വാസ് ദ വേർഡ്സ് ഓഫ് അയ്യങ്കാളി, എ ബ്രേവ് വേർഡ്സ്. അയ്യങ്കാളി അന്നത്തെ ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യുകയും അതുപോലെ തന്നെ ഹൈകാസ്റ്റ് പീപ്പിൾ ഇടുന്ന പോലുള്ള ഡ്രസ്സൊക്കെ ധരിച്ച്, കണ്ടോ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ കണ്ടോ, തലയിലൊരു ടർബാനൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ്, അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട ബ്രേവ് മാനായിരുന്നു കേട്ടോ. ഓക്കെ, വാട്ട് വാസ് ദ ഏർലിയർ ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കേരള? കേരളത്തിൻ്റെ ആ എഡ്യൂക്കേഷൻ്റെ ആ ട്രാജിക് ഏർലി ഹിസ്റ്ററി നമുക്കൊന്ന് പഠിക്കാം. The children from all sections of society were not allowed to sit together in and acquire education. The children of lower caste people were not allowed to sit together with the high caste children and acquire education. ഹൈ കാസ്റ്റ് ചിൽഡ്രൻ്റെ കൂടെ ലോ കാസ്റ്റ് ചിൽഡ്രനെ ഒരുമിച്ചിരുത്തി എഡ്യൂക്കേഷൻ കൊടുക്കാൻ അന്ന് നടന്നിരുന്നില്ല. They were denied the education. Lower caste children were denied the opportunity for education. That was the situation. Education was not free. Free അല്ലായിരുന്നു. Everybody have to pay fees. എല്ലാവരും ഫീസ് കൊടുക്കണമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഫ്രീ. സ്കൂൾസ് വെയർ റെയർ. സ്കൂളുകളൊക്കെ വളരെ റെയർ ആയിരുന്നു, അല്ലേ? കളരികളായിരുന്നു. only കളരീസ് ഓർ ഗുരുകുലംസ് എക്സിസ്റ്റഡ് ഹിയർ. ഇവിടെ ഫോർമൽ സ്കൂളുകൾ വളരെ കുറവായിരുന്നു. കളരികളും ഗുരുകുലംസുമായിരുന്നു ഉണ്ടായിരുന്നില്ല. കളരി എന്ന് പറയുന്നത് ആ നിലത്തെഴുത്തൊക്കെ പഠിപ്പിക്കുന്ന, അക്ഷരങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന കളരികളെ. അതുപോലെ തന്നെ മാർഷൽ ആർട്ടൊക്കെ അവിടെ പഠിപ്പിക്കും, ചില ആയുധ ഇതൊക്കെ പഠിപ്പിക്കുന്ന വേലകളൊക്കെ പഠിപ്പിക്കുന്ന കളരികളും അതുപോലെ ഗുരുകുലങ്ങളും, ഗുരുവിൻ്റെ കൂടെ താമസിച്ച് ഒരു എന്താണ് പറയുന്ന ഒരു രീതിയായിരുന്നു ഗുരുകുലം, അല്ലേ? ഗുരുവിൻ്റെ കൂടെ ശിഷ്യന്മാരും താമസിക്കും. ഇതൊക്കെയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഫോർമൽ സ്കൂൾസൊക്കെ വളരെ റെയർ ആയിരുന്നു. ഗേൾസ് ആർ ലിമിറ്റഡ് ചാൻസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഗേൾസൊക്കെ ഈ അക്ഷരങ്ങൾ പഠിക്കുന്നതുകൊണ്ട്, കളരി വിദ്യാഭ്യാസം കൊണ്ടൊക്കെ തീരും. അവരെ ഹയർ എഡ്യൂക്കേഷന് അവർക്ക് ലിമിറ്റഡ് ചാൻസേ ഉള്ളായിരുന്നു, വളരെ കുറഞ്ഞ ചാൻസേ ഉള്ളായിരുന്നു. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഏർലി ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കേരള. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എല്ലാ സെക്ഷനിലെയും കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നില്ല. ലോവർ കാസ്റ്റ് കുട്ടികളെ എഡ്യൂക്കേഷനിൽ നിന്നും തടഞ്ഞിരുന്നു. എഡ്യൂക്കേഷൻ ഫ്രീ അല്ലായിരുന്നു. സ്കൂളുകളൊക്കെ റെയർ ആയിരുന്നു. കളരികളും ഗുരുകുലംസുമായിരുന്നു കൂടുതലും അന്ന് പ്രവർത്തിച്ചിരുന്നത്. ഗേൾസിന് ഹയർ എഡ്യൂക്കേഷന് ലിമിറ്റഡ് ചാൻസേ ഉള്ളായിരുന്നു. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ ബിക്കം പോപ്പുലർ ആൻഡ് യൂണിവേഴ്സൽ ഇൻ കേരള. കേരളത്തിൽ എഡ്യൂക്കേഷൻ പോപ്പുലറായി, യൂണിവേഴ്സലായി. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ഹിയർ? നമ്മുടെ കേരളത്തിൽ എഡ്യൂക്കേഷൻ ഇത്രമാത്രം സ്പ്രെഡ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ലാൻഡ് റീഫോം. ഞാൻ പറഞ്ഞു നിങ്ങളോട്, കേരളത്തിലെ ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ലാൻഡ് റീഫോം ആക്റ്റും ലാൻഡ് റീഫോംസുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിൻ്റെയും ബേസായിട്ട് നമുക്ക് ഫാക്ടറായിട്ട് പറയാവുന്ന എന്താണ്? ലാൻഡ് റീഫോം. ഫസ്റ്റ് വൺ. സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ്. അയ്യങ്കാളി ടീച്ചർ കാണിച്ചു തന്നില്ലേ? അതുപോലെ ശ്രീനാരായണ ഗുരു, എല്ലാ സോഷ്യൽ റീഫോമേഴ്സും എഡ്യൂക്കേഷന് വേണ്ടിയാണ് സംസാരിച്ചത്. സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് നിങ്ങൾ എയ്ത്തിലും ഒക്കെ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഇൻ്റർവെൻഷൻ ഓഫ് മിഷണറി. കേരളത്തിലേക്ക് വന്ന ക്രിസ്ത്യൻ മിഷണറീസ് അവരേറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്, അവരേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ എഡ്യൂക്കേഷനാണ്. ഏതെല്ലാം മിഷണറി സംഘങ്ങൾ ഉണ്ടായിരുന്നു? CMS, അതുപോലെ തന്നെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, CMS മിഷണറീസ്, അല്ലെ? CMS കോളേജൊക്കെ അവർ സ്ഥാപിച്ചതാണ്, CMS സ്കൂളുകളൊക്കെ അവർ സ്ഥാപിച്ചതാണ്. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറീസ്, ദെയർ ഇൻ്റർവെൻഷൻ, അവരുടെ ഇടപെടലുകളെ, അവർ ധാരാളം സ്കൂളുകൾ സ്ഥാപിച്ചു. പ്രിൻറ്റിങ് കൊണ്ടുവന്നു, പ്രിൻറ്റിങ് പ്രസ്സുകൾ കൊണ്ടുവന്നു, അവരെ പുസ്തകങ്ങൾ അച്ചടിച്ചു. ഇതെല്ലാം നമ്മുടെ എഡ്യൂക്കേഷനെ കാര്യമായിട്ട് സ്വാധീനിച്ചു. ഇൻ്റർവെൻഷൻ ഓഫ് മിഷണറീസ്. ഗ്രോത്ത് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ്. നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ തന്നെ ഗാന്ധിജിയുടെ ഇടപെടലൊക്കെ നമ്മുടെ എഡ്യൂക്കേഷനെ ഡെവലപ്പാക്കി. സ്പ്രെഡ് ഓഫ് പ്രിൻറ്റിങ് ഇല്ലാതെ നമുക്കറിയാം, പുസ്തകങ്ങളില്ലാതെ എങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കും? അപ്പോൾ പ്രിൻറ്റിങ് വന്നു. ദെൻ ലൈബ്രറി മൂവ്മെൻറ്റ്, ലൈബ്രറികൾ വന്നു. കേരളത്തിൽ ധാരാളം ലൈബ്രറികൾ വന്നു. ലിറ്ററസി മൂവ്മെൻറ്റ്സ് ധാരാളം ഉണ്ടായി.
അക്ഷരം പഠിപ്പിക്കാനുള്ള മൂവ്മെൻറ്റ്സ്. ദെൻ ഇൻഫോർമൽ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്. ഫോർമൽ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി പോലെ തന്നെ ഇൻഫോർമലായിട്ടും ഇവിടെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് കൊണ്ടുവന്നു. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ഡീസെൻട്രലൈസ് ചെയ്തു. വാട്ട് ഈസ് ദ മീനിങ്? പഞ്ചായത്ത് രാജ് സിസ്റ്റം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, this type of decentralization of power also develop education in Kerala. അപ്പോൾ കേരളത്തിലെ എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. മിഷണറിമാരെ, ഗ്രോത്ത് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസ്, ലാൻഡ് റീഫോംസ്, ലൈബ്രറി മൂവ്മെൻറ്റ്, ദെൻ ലിറ്ററസി മൂവ്മെൻറ്റ്, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, ഡീസെൻട്രലൈസേഷൻ. ഓൾ ദീസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കേരള. ഇതൊക്കെ ഒന്ന് പഠിച്ചോണേ. ദെൻ എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ എഡ്യൂക്കേഷൻ ഇങ്ങനെ ഡെവലപ്പൊക്കെ ആയി. അപ്പോൾ അച്ചീവ്മെൻറ്റ്സിനെ നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് കാറ്റഗറൈസ് ചെയ്യാം. എന്തൊക്കെയാണ്? ഹയസ്റ്റ് ലിറ്ററസി. കേരളത്തിൽ ഹയസ്റ്റ് ലിറ്ററസിയാണ് 10% എന്ന് വേണേൽ നമുക്ക് പറയാം, അല്ലേ? ഇന്ത്യയിലെ ലിറ്ററസിയുമായിട്ട്, ഇന്ത്യയുടെ ആസ് എ ഹോൾ ലിറ്ററസിയുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ ഹൈ ലിറ്ററസി അത് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റാണ്. നമ്മുടെ കോട്ടയമൊക്കെയാണ് ആദ്യമായിട്ട് 10% ലിറ്ററസി ഉണ്ടായത്. എന്താ ലിറ്ററസി എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്കെല്ലാം എഴുതാനും വായിക്കാനും ഒക്കെയുള്ള കഴിവിനെയാണ് ലിറ്ററസി എന്ന് പറയുക. അത് നമുക്ക് 100%. ദെൻ ലോ ഡ്രോപ്പ് ഔട്ട്. നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട്സ് വളരെ കുറവാണ്. 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടി 10ാം ക്ലാസ് വരെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഡ്രോപ്പ് ഔട്ട്സ് വളരെ ലോയാണ്. എന്നാൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഡ്രോപ്പ് ഔട്ട്സ് വളരെ കൂടുതലാണ്. 1ാം ക്ലാസ് കഴിയുമ്പോൾ കുറേ പേര് പഠിത്തം നിർത്തിപ്പോകും. 4ാം ക്ലാസ് കഴിഞ്ഞ് കുറച്ച് പേര് സ്റ്റോപ്പ് ചെയ്യും. 10ാം ക്ലാസ് വരെയൊന്നും പലരും ചെല്ലുന്നില്ല. അപ്പോൾ എന്നാൽ കേരളത്തിലോ ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിപ്പോകുന്ന കുട്ടികളെ പറയുന്ന പേരാണ് ഡ്രോപ്പ് ഔട്ട്സ്. അത് നമുക്ക് വളരെ ലോയാണ്. നമുക്ക് ഫ്രീ എഡ്യൂക്കേഷനാണ്, അല്ലേ? ഹയർ സെക്കൻഡറി ലെവൽ വരെ ഒന്നും വേണ്ട. നമ്മളൊരു ലോ ഫീസിലാണ് നമ്മൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ പോലും പോകുന്നത്. അപ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഗേൾസ്, ബോയ്സ്, എവരിബഡി, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ദെൻ ഗുഡ് ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷനാണ്. ഓക്കെ, സോ ദീസ് ആർ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സെക്ടർ. എഡ്യൂക്കേഷണൽ സെക്ടറിൻ്റെ അച്ചീവ്മെൻറ്റ്സ്: ഹയസ്റ്റ് ലിറ്ററസി, ലോ ഡ്രോപ്പ് ഔട്ട്, ഫ്രീ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ഗുഡ് ക്വാളിറ്റി higher education. These are the achievements in educational sector. Then prepare a note comparing the higher education sector in Kerala with that in other state. കേരളത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷനെ മറ്റ് സ്റ്റേറ്റുകളുടെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. കേരളത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ്റെ ആ ക്വാളിറ്റിയൊക്കെ നമുക്കൊന്ന് പഠിക്കാം. കേരള ഇസ് എ മോഡൽ ഇൻ ദ ഫീൽഡ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. നിങ്ങൾ ആദ്യം അതങ്ങ് എഴുതിക്കോണം. ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ കേരളം ഒരു മോഡലാണ്, അല്ലേ? ഒരു മോഡലാണ്. ദ ജനറൽ ഒബ്ജക്റ്റീവ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഈസ് ടു നേച്ചർ ദ യങ് ജനറേഷൻ ഇൻ കേപ്പബിൾ ഓഫ് ലീഡിങ് എ കോംപ്രിഹെൻസീവ് ചേഞ്ച് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് സൊസൈറ്റി. ആർ ഒബ്ജക്റ്റീവ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഈസ് ടു നേച്ചർ എ യങ് ജനറേഷൻ. ഒരു ഗ്രൂപ്പ് ഓഫ് യങ് ജനറേഷനെ നമുക്ക് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒരു യങ് ജനറേഷനെ അവർക്ക് എന്തിനുള്ള കേപ്പബിലിറ്റി വേണം? എ കോംപ്രിഹെൻസീവ് ചേഞ്ച് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ എല്ലാ സ്പിയേഴ്സിലും, എല്ലാ രംഗത്തും കോംപ്രിഹെൻസീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിവുള്ള, അതിന് കേപ്പബിലിറ്റിയുള്ള ഒരു യങ് ജനറേഷനെ സൃഷ്ടിക്കുക എന്നതാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഗോൾ. ഒരു രംഗത്തല്ല, ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് സൊസൈറ്റി. ദേ ഗീവ് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് ആൻഡ് ഇന്നോവേറ്റീവ് ഡിസ്കവറി. ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന എന്തിനാണ്? ഓപ്പർച്യൂണിറ്റീസ് ഫോർ റിസർച്ച്. എല്ലാവരെയും റിസർച്ച് ലെവൽ വരെ എത്തിക്കുക. ഇന്നോവേറ്റീവ് ഡിസ്കവറീസിന് അവരെ പ്രാപ്തരാക്കുക. റിസർച്ച് ലെവൽ, അതായത് PhD വരെ എടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ്. ആളുകൾ PG കൊണ്ട് നിർത്തരുത്. പിന്നെ അവരെവിടം വരെ പോകണം? PhD, റിസർച്ച് വരെ പോകണം. എ ലോട്ട് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഫങ്ഷൻ ഇൻ കേരള. ധാരാളം യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ട്. സയൻസിലും, പോളിടെക്നിക്ക്, അഗ്രികൾച്ചർ, ഹെൽത്ത് സെക്ടർ, ഇവിടെ എല്ലാം ധാരാളം യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു
അതിൻ്റെ ഒരു സ്ഥിതി. സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ ഫങ്ഷൻ ഇൻ കേരള ആസ് പാർട്ട് ഓഫ് ജോബ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ജോബ് സ്കില്ലിന് വേണ്ടിയുള്ള ഈ ITI പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ട്രെയിനിങ് കൊടുക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയും നമുക്ക് കേരളത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സ്കിൽ എഡ്യൂക്കേഷൻ, ജോബ് സ്കിൽ ഡെവലപ്മെൻറ്റ് തൊട്ട് PhD ലെവൽ വരെയുള്ള എല്ലാ രീതിയിലുമുള്ള ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. ഈ ഒരു ലെവല് മറ്റ് സ്റ്റേറ്റുകൾക്കില്ല. ഓക്കെ, അപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ ആരാണ്? വി ആർ എ മോഡൽ ഫോർ അതർ സ്റ്റേറ്റ്സ്. ഓക്കെ, ദെൻ ഹെൽത്ത് സെക്ടറിലേക്ക് നമ്മൾ വരികയാണ്. ഹെൽത്ത് സെക്ടറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹെൽത്ത് സെക്ടറിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഹെൽത്ത് സെക്ടറിൻ്റെ രംഗത്തും നമ്മൾ ലോകത്തിന് തന്നെ മോഡലാണ് കേട്ടോ. നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, കേരളത്തിൻ്റെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ലൈഫ് എക്സ്പെക്റ്റൻസിയും എല്ലാം ഈക്വൽ ടു സ്വിറ്റ്സർലൻഡ്, ഈക്വൽ ടു അമേരിക്ക. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ശിശുമരണ നിരക്ക് നമ്മളെ ആർക്ക് ഈക്വലാണ്? അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈക്വലാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി. നമുക്കറിയാം ശിശുമരണ നിരക്ക് ഇന്ത്യയുടെ സ്ഥിതി വളരെ ഇപ്പോഴും മോശമാണ്. എന്നാൽ കേരളമോ നമ്മൾ സ്വിറ്റ്സർലൻഡിനൊക്കെ തുല്യമാണ്. കേരള ഹാസ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കമ്പയറബിൾ ടു ദാറ്റ് ഓഫ് ഡെവലപ്പ് കൺട്രീസ്. ഡെവലപ്പ് കൺട്രികളുമായിട്ട് അമേരിക്ക, യൂറോപ്യൻ കൺട്രീസ് അവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാവുന്നിടത്തോളം ഡെവലപ്മെൻ്റ് ഉള്ള ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം നമുക്കുണ്ട്. കേരള ഹാസ് എ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കമ്പയറബിൾ ടു ദാറ്റ് ഓഫ് ഡെവലപ്പ് കൺട്രീസ്. ദാറ്റ് ഈസ് ദ അച്ചീവ്മെൻറ്റ്. അവർ ഹെൽത്ത് സെക്ടർ എലിവേറ്റഡ് ടു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്. നമ്മുടെ ഹെൽത്ത് സെക്ടറെ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലാണ് കണ്ടോ, ഗ്ലോബൽ സ്റ്റാൻഡേർഡ്, ലോക നിലവാരത്തിലാണ് നമ്മുടെ ഹെൽത്ത് സെക്ടർ. വി പ്രൊവൈഡ് എക്സലൻറ്റ് ഹെൽത്ത് കെയർ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് അറ്റ് ലോ കോസ്റ്റ്. നമ്മുടെ ഹെൽത്ത് സെക്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിങ്ങൾ ഈ ഒരു പോയിന്റ് അങ്ങ് പഠിച്ചോണം. വി പ്രൊവൈഡ് എക്സലൻറ്റ് ഹെൽത്ത്. നമ്മൾ കൊടുക്കുന്നത് എക്സലൻറ്റ് ഹെൽത്താണ്. അതായത് ഒരു ഡെവലപ്പ് നേഷനിൽ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ കിട്ടുന്ന അതേ എക്സലൻറ്റ് ഹെൽത്ത് നമ്മൾ കൊടുക്കുന്നു. പക്ഷേ എന്താണ് നമ്മുടെ അവസ്ഥ? ലിമിറ്റഡ് റിസോഴ്സ് ആൻഡ് ലോ കോസ്റ്റ്. അമേരിക്കയിലെ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഒരു സർജറി, ഒരു ചികിത്സ നമ്മളിവിടെ ലോ കോസ്റ്റിൽ കൊടുക്കും. 10,000 കൊണ്ട് നമുക്കിവിടെ സാധിക്കും. മനസ്സിലായി? ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ അറബികളൊക്കെ നമ്മുടെ ബോംബെയിലും നമ്മുടെ കൊച്ചിയിലുമൊക്കെ വന്നിട്ടാണ് അവരുടെ ചികിത്സകൾ നടത്തി തിരിച്ചു പോകുന്നത്. കാരണം എന്താണ്? ഇവിടെ ലോ കോസ്റ്റിൽ എക്സലൻറ്റ് ഹെൽത്ത് കെയർ കിട്ടും. അതാണ് നമ്മുടെ പ്രത്യേകത. വി പ്രൊവൈഡ് എക്സലൻറ്റ് ഹെൽത്ത് കെയർ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ലോ കോസ്റ്റ്. അത് ഓർത്ത് വെച്ചോണേ. കേരള ഹാസ് ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ടീച്ചർ പറഞ്ഞല്ലോ, ശിശുമരണ നിരക്കിൽ നമ്മൾ വളരെ ശിശുമരണ നിരക്ക് നമുക്ക് 10-ലും താഴെയാണ്. 1000 കുട്ടികൾ ജനിച്ചാൽ 3-4 കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ മരിക്കുന്നത്. അത് ലോക നിലവാരമാണ്, ഗ്ലോബൽ സ്റ്റാൻഡേർഡാണ്. എന്താണ്? ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അത് നമ്മുടെ ഒരു അച്ചീവ്മെൻറ്റാണ് കേട്ടോ. അതുപോലെ ലോ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവത്തോടെ അമ്മമാരെ മരിക്കുന്ന അവസ്ഥ നമുക്ക് വളരെ ലോയാണ്. കാരണം എന്താ? നമ്മൾ ട്രൈബൽ അമ്മമാരെ പോലും നമ്മൾ കെയർ കൊടുത്ത് അവിടെ പോലും നമുക്ക് മരണമില്ല. നോക്കിക്കേ, അതുകൊണ്ട് ലോ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. നമ്മുടെ 1000 അമ്മമാരിൽ 3-4-5 പേരൊക്കെയാണ് മരിച്ചു പോകുന്നത്. ബാക്കി എല്ലാവരും വളരെ മിടുക്കരായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ലോ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ദെൻ ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി. എന്താണ്? നമ്മുടെ ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്റ്റൻസി ഹൈ ആണ്. അതായത് 80 ഇയേഴ്സൊക്കെ വരെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻക്രീസ് ചെയ്തിരിക്കുക. ലൈഫ് എക്സ്പെക്റ്റൻസി നമുക്കറിയാം. നമ്മുടെ ഇൻഡിപെൻഡൻറ്റിൻ്റെ സമയത്തൊക്കെ ഇന്ത്യയിലെ ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ഒരാളെ ആവറേജ് എത്ര ജീവിച്ചിരിക്കും എന്നത് വെറും 50 ഒക്കെ ആയിരുന്നു, 50 വയസ്സൊക്കെ ആയിരുന്നു നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി. അതിപ്പോൾ എത്രയിൽ എത്തി നിൽക്കുന്നു? 80. കേരളത്തിൽ 80 ആയി. റാപ്പിഡ്ലി ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറവാണ്. അവിടെ നമ്മൾ ചിന്തിക്കണം, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറയുന്നത് നല്ലതാണോ? അത് സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ നല്ലതാണ്. കാരണം എന്താണ്? പോപ്പുലേഷൻ ഗ്രോത്ത് കുറച്ച് വെക്കണം, എന്നാലേ നമുക്ക് മറ്റ്
തരത്തിലുള്ള അച്ചീവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. പക്ഷേ പോപ്പുലേഷൻ ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന നിലയിൽ നോക്കുമ്പോൾ പോപ്പുലേഷൻ നല്ലതല്ലേ എന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, റാപ്പിഡ്ലി ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഗ്രോത്ത് അച്ചീവ്മെൻറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ഹെൽത്ത് സെക്ടർ എങ്ങനെയുള്ളതാണ്? എക്സലൻറ്റ്. വി പ്രൊവൈഡ് എക്സലൻറ്റ് ഹെൽത്ത് കെയർ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ലോ കോസ്റ്റ്. ഓർത്ത് വെക്കുക, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ലോ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ലോ, ലൈഫ് എക്സ്പെക്റ്റൻസി ഹൈ, ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഗ്രോത്ത്. ദീസ് ആർ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഹെൽത്ത് സെക്ടർ ഇൻ കേരള. നമ്മുടെ കുടുംബശ്രീകളൊക്കെ നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ചിത്രമാണ് തരുന്നത്. നമ്മുടെ അമ്മമാർ ഏറ്റവും കൂടുതൽ നമ്മുടെ വിമൻ എംപവർമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന് ഒരു മോഡലാക്കി വെക്കാവുന്ന ഒന്നാണ് നമ്മുടെ കുടുംബശ്രീ. കുടുംബശ്രീയുടെ ലോഗോയാണ് നിങ്ങളിവിടെ കാണുന്നത്. 3 ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കുന്നതാണ് കുടുംബശ്രീയുടെ ലോഗോ. കേരള എ മോഡൽ ഫോർ അതർ സ്റ്റേറ്റ്സ്. കേരളം മറ്റ് സ്റ്റേറ്റുകൾക്ക്, നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് ഒരു മോഡലാകുന്നത് ഏതൊക്കെ രീതിയിലാണ്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതിൽ നമ്മൾ അവർക്ക് മോഡലാണ്. ദെൻ പോവർട്ടി അലീവിയേഷൻ. നമ്മുടെ കേരള ഗവൺമെൻറ് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾക്ക് പോവർട്ടി ഇല്ലാത്ത ഒരു സ്റ്റേറ്റായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. നോ പോവർട്ടി അല്ലേ? അപ്പോൾ എക്സ്ട്രീം പോവർട്ടി നമുക്കില്ല. അപ്പോൾ പോവർട്ടി അലീവിയേഷനിൽ നമ്മൾ മറ്റ് സ്റ്റേറ്റുകൾക്ക് മോഡലാണ്. വിമൻ എംപവർമെൻറ്റ്, കുടുംബശ്രീയൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. സ്ത്രീ ശാക്തീകരണം. ഓക്കെ, അവർക്കൊരു ഇൻകം ഉണ്ടാക്കുക, വിമൻസിന് ഇൻകം ഉണ്ടാക്കുക, വിമൻ എംപവർമെൻറ്റ്, അതിൽ നമ്മൾ മറ്റു സ്റ്റേറ്റുകൾക്ക് മോഡലാണ്. ലിറ്ററസി നമ്മൾ 100% ആയി. എഡ്യൂക്കേഷൻ നമുക്ക് ഡ്രോപ്പ് ഔട്ട്സ് ഇല്ല, എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. ഹെൽത്ത് സെക്ടർ ഗുഡ് ക്വാളിറ്റി, ഹെൽത്ത് സെക്ടർ ഗുഡ് ക്വാളിറ്റി, എന്താണ് എക്സലൻറ്റ് ഹെൽത്ത് കെയർ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ലോ കോസ്റ്റ്. അത് നമ്മുടെ ഒരു ഹെൽത്ത് സെക്ടർ. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ രംഗത്താണ് മറ്റുള്ളവർക്ക് മോഡൽ? ഇത്രയും അല്ലേ, ഒരു 6 കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പറയാം. ഹെൽത്ത് സെക്ടർ, എഡ്യൂക്കേഷൻ, ലിറ്ററസി, വിമൻ എംപവർമെൻറ്റ്, പോവർട്ടി അലീവിയേഷൻ, പോവർട്ടി ഇറാഡിക്കേഷൻ എന്നും പറയാം കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഇൻ ഓൾ ദീസ് സ്പിയേഴ്സ് വി ആർ എ മോഡൽ ഫോർ അതർ സ്റ്റേറ്റ്സ്. അഭിമാനമായില്ലേ കേരളത്തിൽ ജനിച്ചതിലെ? ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ സെക്കൻഡ് ടൈം പോർഷൻ അവസാനിച്ചു. നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ട് ടീച്ചർ എത്താം. ആ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കാണണം. ആ മോഡൽ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.